ഹായ് ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ ഓഫ് ജിഞ്ചർ ഗാർലിക് കിഡ്സ്. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിലേക്ക് കടക്കാം. നമ്മുടെ ഞണ്ട് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇൻഗ്രീഡിയൻസും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറിയിലേക്ക് കടക്കാം. നമ്മുടെ പാത്രം വെച്ചു, എണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ടു. അതിന് ശേഷം നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. അത് കടുകൊന്ന് പൊട്ടി തീർന്നു കഴിയുമ്പോൾ കരിവേപ്പിലയും ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും കുഞ്ഞുള്ളിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. ലൈറ്റായിട്ടൊന്ന് വാടുന്ന വരെ ഇളക്കി കൊടുത്തിട്ട് സബോള ഇട്ട് കൊടുക്കുക. അപ്പോൾ കഴിച്ച് സബോള ഇട്ട് കൊടുക്കാം. സബോള ഇട്ടതിന് ശേഷം പാത്രം കൂടെ മാറ്റിയിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് ഇളക്കി സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ പാത്രം വെച്ച് നമുക്ക് 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. സബോള വാടി കഴിയുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഗൈസ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അടുത്തതായി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂൺ ഗരം മസാല. ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് സബോള എല്ലാം വരുന്ന രീതിയിൽ ഇളക്കണം. അതൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കണം. ഇളക്കി സെറ്റായി വരുമ്പോൾ നമ്മൾ ഞണ്ടെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഞണ്ട് വിട്ട അങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല രീതിക്കൊന്ന് മിക്സും ചെയ്യണം. നല്ല അടിപൊളിയായിട്ടും മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് ഇളകിയും വരുന്നുണ്ടത്. നല്ല രീതിക്ക് നല്ല മസാലയെല്ലാം പിടിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ബാക്കി വീഡിയോ മൂടി വെച്ച് ആയി കഴിഞ്ഞിട്ട് എടുക്കാം. 1 നാരങ്ങ എടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മുറിച്ചാൽ എന്നിട്ട് വെച്ച് തുറക്കുക. എന്നിട്ട് നല്ല രീതിയിൽ എല്ലായിടത്തോട്ടും ആകുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്കിനി അടുത്ത നാരങ്ങ എടുത്തൊഴിക്കാം. അടുത്ത നാരങ്ങ വെച്ചു. നല്ല രീതിക്കൊന്ന് നല്ല രീതിക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം നമുക്ക്. ഇനി 2 നാരങ്ങയും കൂടെയും വെച്ച് പിന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്കൊന്ന് ഇളക്കണം. അത് നാരങ്ങയും കൂടെ ഒന്നിതേ പിടിക്കണം. അതുവരെ ഇളക്കി കൊടുക്കാം. ഗ്രേവി എല്ലാം കൂടെ നമ്മളെ ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇച്ചിരി നേരത്തേക്ക് കുരുമുളക് പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇളക്കിയും കൊടുക്കാവേ. നല്ല അടിപൊളി ഞണ്ട് കറിയായിട്ട് ഞാൻ ഇവിടെ ചോറ് കഴിക്കുവാണ്. അപ്പോൾ ബൈ ബൈ ഗൈസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.